മാത്രം അവകാശപ്പെട്ട വിശേഷണമാണ്. ആ വിശേഷണം തന്റെ വലിയനുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാലേ അയാളോട് എപ്പോഴും എല്ലാം ചോദിക്കാൻ പറ്റുള്ളൂ. അതിനാണ് സൂഫി ഷീഈ ബാന്ധവത്തിലൂടെ ഈ സംഭവം പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം താഴ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന് കരുതലാണെന്നും അങ്ങേയറ്റം താഴ്മ കാണിക്കാതിരിക്കൽ കൊടുത്ത കഴിവുകൊണ്ട് ചോദിച്ചാൽ ആവില്ല എന്നുമുള്ള വാദം അത് നിരർത്ഥകമാണ്, തെറ്റാണ്, അത് ഇസ്ലാമികമല്ല എന്ന് നിർത്തുകയാണ്. മൗലവി പറഞ്ഞത് വെച്ച് ഒരു കാര്യം, തൽബിയത്തിലെ വചനം സുന്നികളും മുശ്രിക്കുകളും ഒരേ ഉദ്ദേശത്തിലാണ് വിളിക്കുന്നത് എന്ന അർത്ഥത്തിൽ താങ്കൾ പറയുകയുണ്ടായി. അതോടൊപ്പം അവർ പറയുന്ന ആ തൽബിയത്തിലെ വചനത്തിൽ ഒരു ശരീക്ക് ഉണ്ടെന്നും പറയുന്നു. ആ ശരീക്കിനെ അള്ളാഹു ഉടമപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. ഇനി റാസി ഇമാമിന്റെ തന്നെ തഫ്സീറിലേക്ക് പോയ അതിൽ എങ്ങനെയാണ് ഉടമപ്പെടുത്തിയെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഞാൻ വായിക്കാം. സ്വന്തമായി ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും കഴിവുണ്ടെന്ന് അവർ സങ്കല്പിച്ചിരുന്നു. പറഞ്ഞ് തീർന്നിട്ടില്ല. അപ്പോൾ സുന്നികളുടെ വിശ്വാസം എന്താണ്? ശുപാർശക്ക് സ്വയം അധികാരം നിബിധങ്ങൾക്കോ ഒരു വലിയനോ ഇല്ല. എന്നാൽ മക്കാ മുശ്രിക്കുകൾ എന്താ വിശ്വസിച്ചത്? സ്വന്തമായി ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും കഴിവുണ്ടെന്ന് സങ്കല്പിച്ചിരുന്നു. റാസിമാൻ പറയുന്നു. ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ പറഞ്ഞത്. ആ വാചകം ഒന്ന് വായിച്ചു. വാചകം റാസി ഇമാമിന്റെ 1788. ആ വാചകം വായിച്ചോ? അറബിയിൽ വായിക്കാൻ പറ്റും? ഓക്കെ, ശരി. മലയാളം പറയും. മലയാള ഇമാമാണ്, മലയാളം ഇബാറത്താണ് ഞാൻ ചുരുക്കി. ഇബാറത്തല്ല, മലയാളത്തിലെ അർത്ഥമാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. പറയും. സ്വന്തമായി ഉപകാരവും ഉപദ്രവങ്ങൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും കഴിവുണ്ടെന്ന് സങ്കല്പിച്ചിരുന്നു. ആ വാചകത്തിന് തത്തുല്യമായ വാചകം ഫഖറുദ്ദീൻ റാസിയുടെ തഫ്സീറിൽ കാണൂല. 33ഓളം വാള്യമുള്ള ഫഖറുദ്ദീൻ റാസി ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അറബി അറിയുന്നവരും റാസി കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ 30ലധികം വാള്യമുള്ള ഫഖറുദ്ദീൻ റാസിയുടെ 1-ാം വാള്യത്തിലെ 1-ാം പേജ് മുതൽ അവസാന വാചകത്തിലെ അവസാന വാള്യത്തിലെ അവസാന പേജ് വരെ പരതിയിട്ട് നിങ്ങൾ വായിച്ച വാചകം ഫഖറുദ്ദീൻ റാസിയുടെ ആ തഫ്സീറിൽ ഇല്ലാത്ത നിങ്ങൾ വായിക്കുക. താങ്കൾ അങ്ങനെ പറഞ്ഞല്ലോ. അതിന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വാചകം നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ മറ്റേ സുന്നത്തിയെ മാത്രം ബുക്ക് വായിച്ചിട്ടുണ്ട. അത് മനസ്സിലാവും. സുന്നത്തിയെ മാത്രം ബുക്ക് വായിച്ചു വന്നാൽ ഇതുമല്ല, ഇതിലപ്പുറം പെടും. ഇന്ന് റാസി പറഞ്ഞ വാചകം എന്നറിയോ? ഞാൻ അത് ക്ലാരിറ്റി ചെയ്ത് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം. സ്ഥിരപ്പെടുത്തി സുബൂത്താക്കി തരാം കേട്ടോ. റാസി പറഞ്ഞത് അന്നഹാ തദുറു വതൻഫഉ വതസ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. നിങ്ങൾ വായിച്ച വാചകത്തിൽ ഇൻദല്ലാഹ് ഇല്ല. നിങ്ങൾ വായിച്ച വാചകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്നുണ്ടോ വാചകം? ഉണ്ടോ? അവർ ശുപാർശ പറയും. അതെങ്ങനെ? അനുമതിയില്ലാതെ ശുപാർശ പറയും. ആരുടെ അടുക്കൽ ഉണ്ടോ വാചകത്തിൽ? നിങ്ങൾ വായിച്ച വാചകത്തിൽ ഉണ്ടായോ? ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ദല്ലാ വിട്ടിട്ട് പലപ്പോഴും ഉദ്ധരിക്കുന്ന റാസിയുടെ പേരിൽ പറയുന്ന ഒരു ആരോപണാത്. ഇനി ഒന്നുകൂടി വായിച്ചു എന്റെ സുഹൃത്ത് എന്നൊരു ക്ലാരിഫിക്കേഷൻ ചെയ്തോ. ഇതൊരു വെല്ലുവിളിയായിട്ട് ഒരു കൊല്ലം നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ഒരു വർഷം, ഇന്നത്തെ ഡേറ്റ് മുതൽ അടുത്ത ഡേറ്റ് വരെ ഒരു കൊല്ലം സമയം തരാം. ഇന്ദല്ലാഹ് ഇല്ലാതെ നിങ്ങൾ വായിച്ചതുപോലെ നിങ്ങൾ വായിച്ച ആ പരിഭാഷയുടെ ഒരു അറബി ഇബാറത്ത് കാണുക സാധ്യമേയല്ല. റാസി ഇനി വായിച്ചു ഒന്ന് പറഞ്ഞു, ഞാൻ ബാക്കി പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞു പൂർത്തിയാക്കിക്കോ. ഈ ശുപാർശ തേടുന്നത് ആരോടാണെന്നാണ് പിന്നെ പറയുന്നത് താങ്കൾ? അള്ളാഹിനോട് തേടാൻ വേണ്ടി പറയുന്നത് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും കഴിവുണ്ടെന്ന് സങ്കല്പിച്ച്. അപ്പൊ തന്നെ പോയില്ലേ? അള്ളാഹിനോട് അവർക്ക് സ്വയം കഴിവാണെങ്കിൽ അവർ സ്വന്തമായി കൊടുക്കുന്നു എന്ന വിശ്വാസമാണെങ്കിൽ അള്ളാഹിനടുക്ക് പറയണോ? കൊടുത്താ പോരെ? അപ്പൊ തന്നെ നിങ്ങൾ വാദം തകർന്നു. നിങ്ങൾ എന്തിനാ ഇത് വായിക്കുന്നത്? സ്വയം കഴിവുണ്ട് എന്നവർ വിശ്വസിച്ചു. സ്വന്തമായി കൊടുക്കുന്നു, സ്വന്തമായി ഉപകാരം ചെയ്യും, സ്വന്തമായി ഉപദ്രവിക്കും എന്ന് പറയും. അപ്പൊ പൊളിയില്ലേ? അപ്പോ വാദം എന്തായി? നിങ്ങളെപ്പോലെ തന്നെയായി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിനോട് മറ്റുള്ള ആളുകൾ ഞങ്ങൾ ശുപാർശകന്മാരാണ്, ഞങ്ങളെ കാര്യം അള്ളാഹിനോട് പറയുന്ന ആൾക്കാരാണ്, അല്ലാതെ അവർ തരുന്നതല്ല. അവർ അള്ളാഹിനോട് പറയും, ഞങ്ങളുടെ കാര്യം അള്ളാഹിനോട് പറയും. അപ്പൊ അവർ സ്വയം കഴിവില്ലാത്തവരാണ് എന്നത് കിട്ടി. അപ്പൊ നിങ്ങൾ വാദിക്കുന്നതിന് നേരെ എതിരർത്ഥമായതിന് അതിന് വായിച്ചോ? നിങ്ങൾ പൂർത്തിയാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൃപ്തിപ്പെടാത്തവരെ അവർ ശുപാർശകരാക്കി. ഈ ഖുർആനിലെ വാചകത്തിൽ നെജ്മിൽ തന്നെ ഇത് അള്ളാഹു പറയുന്നുണ്ട്. ഈ അള്ളാഹു തൃപ്തിപ്പെടാത്തവരെ അവർ ശുപാർശകരാക്കി. അത് മക്കാ മുശ്രിക്കുകളുടെ ഒരു വിശ്വാസമാണ്. കൂടാതെ
സൂറത്തുൽ അന്നാമിൽ തന്നെ മൗദൂദിയുടെ തഫ്സീറിൽ വിശദമായി പറയുന്നുണ്ട്. വൃഷ്ടി ദേവതകളെ അവർ ആരാധിക്കുകയുണ്ടായി. അതിനവരെന്താണ്, മഴ വർഷിക്കാൻ വേണ്ടി അവർ ആ വൃഷ്ടി ദേവതയുടെ സമീപത്താണ് ചെല്ലാറുള്ളത് എന്ന്. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെടാത്തവരെ അവർ ശുപാർശകരാക്കി എന്നത് തന്നെയാണ് മക്കാ മുശ്രിക്കുകളും സുന്നികളും ഇടയിലുള്ള പ്രകടമായ വ്യത്യാസം. തൗഫീഖ് കിട്ടുകയാണെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിരുന്ന് പഠിക്കണം നല്ലതാ. പക്ഷെ അല്ലാഹു തൗഫീഖ് പെരുമാറട്ടെ. കാര്യം തൗഹീദാണ്, തൗഹീദ് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് പെരുമാറാകട്ടെ. ഇവിടെ സുഹൃത്ത് വലിയൊരു തെറ്റിദ്ധാരയിൽ അകപ്പെട്ടു പോയതാണ്. എന്ന് വെച്ചാല് മക്കയിലെ മുശ്രിക്കുകൾ അവര് പലതിലും വിശ്വസിച്ചിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞു മീക്കായിലോട് മഴയുടെ കാര്യം പറഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ ഒരു വൃഷ്ടിദേവനോടാണ് മഴയെ തേടിയിരുന്നത്, അള്ളാഹിനോടല്ല. നേരെ പോയിട്ട് വൃഷ്ടിദേവനോട് തേടുമായിരുന്നു. ഇപ്പൊ നേരത്തെ മീക്കാലിനോട് ചോദിച്ചാൽ ശിർക്കാണോ അല്ലേ എന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ആയിക്കോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ത് എന്നറിയലാണ് ഇവിടുത്തെ പ്രധാനം, അല്ലേ? അവരെങ്ങനെ വിശ്വസിച്ചത്? ഞാനൊരു ഉദ്ധരണി ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു തന്നെ വായിച്ചു കേൾപ്പിക്കാം. വളരെ ക്ലാരിറ്റിയോടെ വായിച്ചു കേൾപ്പിക്കാം. കേട്ടോളൂ. ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ ആയത്ത് എന്താണ് അല്ലാഹു പറയുന്നത്? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാല ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. അല്ലാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത്, അല്ലാഹുവിന് നിങ്ങൾ ഉദാഹരണങ്ങൾ പറയരുത്. ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ വിവരമില്ലാത്തവരും അല്ലാഹു അറിയുന്നവനുമാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള പറയുകയാണ്, എന്ത്? ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? അൽ മുറാദു, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നൽ അബദത്തുൽ ഔസാന, വിഗ്രഹാരാധകരായ ആളുകൾ കാനു അവരായിരുന്നു, യഖൂലൂന പറയുന്നവരായിരുന്നു. കേട്ടോണേ, എന്താ ഈ വിഗ്രഹാരാധകർ പറയുന്നത്? ഇന്ന ഇലാഹൽ ആലമി അജല്ലു വ അഅ്ലമു. കണ്ടോ? ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും പൂർണ്ണതയെത്തിയവനും ഏറ്റവും ഉന്നതനും പ്രതാപിയും ഇലാഹുൽ ആലമാണ്, ലോകത്തിന്റെ ഇലാഹാണ്. എന്നാൽ അത് അംഗീകരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് പുറമെ ഞങ്ങൾ ആരാധിക്കുന്നവർ ആരാകട്ടെ, ഞങ്ങൾ ഇബാദത്ത് കൊടുക്കുന്നവർ ആരാകട്ടെ, അവരെക്കാളെല്ലാം ആളമും അജല്ലും അള്ളയാൻ, ഉന്നതനല്ലയാൻ. എന്നാൽ ബൽ നഹ്നു നഅ്ബുദുൽ കവാകിബ, അള്ളയാണ് ഉന്നതനും അവനാണ് ഏറ്റവും പ്രതാപിയും എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഞങ്ങൾ നക്ഷത്രങ്ങളെ ആരാധിക്കാറുണ്ട്. ഔ നഅ്ബുദു ഹാദിഹിൽ അസ്നാമ, ആരാധിക്കാറുണ്ട്. ഞങ്ങൾക്കറിയാം അള്ളയാണ് ഏറ്റവും ആളമെന്ന് ഞങ്ങൾക്കറിയാം, ഏറ്റവും ഉന്നതനെന്ന് ഞങ്ങൾക്കറിയാം, അള്ളക്കപ്പുറം ഒരാളില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല, വീണ്ടും ഞങ്ങൾക്കറിയാമെന്ന് സുമ്മ ഇന്നൽ കവാകിബ വൽ അസ്നാമ അബീദുൽ ഇലാഹിൽ അക്ബരിൽ അഅ്ളമി. എന്താണ്? ഞങ്ങൾക്കറിയാം ഇന്നൽ കവാകിബ, നിശ്ചയമായും ഈ നക്ഷത്രങ്ങൾ, വൽ അസ്നാം അതുപോലെ തന്നെയുള്ള ഇലാഹ് അൽ അക്ബരിൽ അഅ്ളമി, ഉന്നതനായ പ്രതാപിയായ അക്ബറായ അള്ളാഹുവിന്റെ അടിമകളാണ് ഈ പറയുന്ന നക്ഷത്രങ്ങളും അതുപോലെ വിഗ്രഹങ്ങളും എന്നും ഞങ്ങൾക്കറിയാം. എന്നാലും അള്ളാന്റെ അടിമകളായ ആ നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ഞങ്ങൾ ആരാധിക്കുന്നത് വദ്ദലീലു അലൈഹി അൽ ഉറുഫു, അതിന് ഞങ്ങൾക്കുള്ള തെളിവ് നാട്ടു നടപ്പാണ്. ഉറുഫാണ്. ഉറുഫ് എന്ന് വെച്ചാൽ നാട്ടു നടപ്പ്. ഇത് ബാക്കി കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ആരാണ്, എവിടെയാണ്, എന്താണ് വിശ്വാസം, എന്താ നാട്ടു നടപ്പ്? അതായത് ഒരു രാജസന്നിധിയിൽ ഉള്ള അവിടുത്തെ മന്ത്രിമാരെ സാധാരണക്കാർ ഖിദ്മത്ത് ചെയ്യും. ഒരു രാജാവ്, ആ രാജാവിന്റെ മന്ത്രിസഭയിലുള്ള ആളുകളെ നാടന്മാര് ഖിദ്മത്ത് ചെയ്യും. അതേസമയം ഈ മന്ത്രിമാരോ അവര് രാജാവിനും ഖിദ്മത്ത് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഇവിടെയും. വലിയവനാരാ? രാജാതിരാജനാരാ? അള്ളയാണ്. നക്ഷത്രവും വിഗ്രഹമൊക്കെ അള്ളാന്റെ അടിമകളാണ്. പക്ഷെ അള്ളാന്റെ അടുക്കൽ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങളുടെ കാര്യം ആരോട് പറയണം? നക്ഷത്രങ്ങളോട് പറയണം. ഏതുപോലെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഒരു മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി പറഞ്ഞാൽ കാര്യം നടക്കോ? ഇല്ല, ആ ലോക്കൽ സെക്രട്ടറി പിടിക്കണം.
ഇതേ ഉറുഫാണ്, നാട്ടു നടപ്പാണ് ഞങ്ങളുടെ ദലീല് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞപ്പോ ഖാലല്ലാഹു തആല ലഹും, അവരോട് അല്ലാഹു പറഞ്ഞു ഉത്റുകു ഇബാദത ഹാദൽ അസ്നാമ വൽ കവാ, ഈ വിഗ്രഹാരാധനയും അതുപോലെ നക്ഷത്രങ്ങളെ പൂജിക്കുന്നതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. വലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ അല്ലതീ ദകർതുമൂഹാ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കള്ളവാദങ്ങളൊന്നും അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയരുത്. വകൂനൂ മുഖ്ലിസീന ഫീ ഇബാദത്തിൽ ഇലാഹിൽ ഹകീമിൽ ഖദീർ, ആ റബ്ബായ അതേ ഇലാഹായ ഹകീമായ ആ ഖാദിറായ അല്ലാഹുവിനെ ആത്മാർത്ഥമായി നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ. ഇങ്ങനെയാണ് നാട്ടടപ്പ്. നമ്മൾ സാധാരണ മന്ത്രിസഭയിൽ അവിടെ പിടിപ്പുള്ള ആളുകളെയാണ് നമ്മൾ ഖിദ്മത്ത് ചെയ്യുന്നത്, അവരാണ് നമ്മുടെ കാര്യം മന്ത്രിയോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാത്തവരെ ആരാധിക്കുന്നതിന് ന്യായം ചമക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു പറഞ്ഞത് എന്ന് റാസി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നേരത്തെ പറഞ്ഞ സൂറത്തുൻ നംലിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ, സൂറത്തുൻ നഹ്ലാണോ നംലാണോ ഞാൻ നേരത്തെ പറഞ്ഞത്, സൂറത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ നോക്കിക്കോ, നെഹ്ല് തന്നെ സൂറത്തുൻ നഹ്ല് അതിന്റെ 74-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫഖ്റുദ്ദീൻ റാസി പറയാം, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ മൂല്യന്മാര് പറയുന്ന ഒരു ഉപമയാണ്. ഇത് തന്നെ മക്കയിലെ മുശ്രിക്കും പറഞ്ഞത്, ഞങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഞങ്ങൾ ആരാധിക്കുന്ന ശക്തികൾ അള്ളാഹിന്റെ അടിമകളാണെന്ന് ഞങ്ങൾക്കറിയാം, അള്ളയാണ് അജല്ലും ആളമും എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ അവയെ ആരാധിക്കുന്നത് നാട്ടു നടപ്പനുസരിച്ചുകൊണ്ടാണ്. നാട്ടു നടപ്പ് മന്ത്രിസഭയിൽ പിടിപ്പുള്ള ആളുകളെ നമ്മൾ ഖിദ്മത്ത് ചെയ്യുന്നു. ആ മന്ത്രിസഭയിലോട് എപ്പോഴുള്ള ആളുകൾ അവര് മലിക്കുകളെ, രാജാക്കന്മാരെ, മന്ത്രിമാരെ ഖിദ്മത്ത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഏജന്റുമാരോട് പറഞ്ഞാൽ, ഈ ഇടയാളനോട് പറഞ്ഞാൽ നമ്മുടെ കാര്യം മന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ രാജാവിൽ നിന്ന് സാധിച്ചു തരുന്നത് പോലെയാണ് ഞങ്ങളും ഇവരെ സ്വീകരിച്ചല്ല. അത് ഇവര് അജല്ലാണെന്നോ ആലമാണെന്നോ ഉന്നതനാണെന്നോ ഇലാഹുൽ ആലമാണെന്നോ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ സൂറത്തുൻ നഹ്ലിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ വാദങ്ങളും തേടിയാണ്. പറഞ്ഞ വാചകം തന്നെ റാസിയുടേതായി ഉദ്ദേശിച്ച വാചകം തന്നെ അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്രിഹി. അവിടെ ഇൻദല്ലാഹ് കേട്ട് കട്ടളയാ അത് പറ്റൂലല്ലോ, ആ വാചകത്തിലുള്ളതല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയും, അള്ളാഹുവിന്റെ അടുക്കൽ അവർ പറയും. എങ്ങനെ? ബിഗൈരി ഇദ്രിഹി, അനുവാദം ഇല്ലാതെ തന്നെ. കാര്യം അത്രയും അള്ളക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, അള്ളക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരോട് ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. ഈ നിലപാട് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അത് വർജിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ തൗഹീദുള്ള ആളുകൾ മക്കയിലെ മുശ്രിക്കുകളെ പോലെയല്ല ആകേണ്ടത്, നേരെ മറിച്ച് മക്കയിലെ വിശ്വാസികളെ പോലെയാകണം. അബൂബക്കർ സിദ്ദീഖിനെ പോലെയാകണം, അബൂജഹലിനെ പോലെയല്ല. അബൂജഹലിന്റെ വിശ്വാസമാണ് ഈ പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിന്റെ വിശ്വാസം വേറെയാണ്. അബൂബക്കർ സിദ്ദീഖിനെ നബി അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖിനെ അറിയാം. പക്ഷേ ആ നബിയുടെ എല്ലാ അളമത്തും എല്ലാ മഹത്വവും എല്ലാ പ്രതാപവും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നിലപാടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലപാട്. ഇത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാജിർ ഖാൻ. 2 സംശയങ്ങളാണ് അനസ് മൗലവി താങ്കളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ നബിദിനത്തോട് അനുബന്ധിച്ചുള്ള ആഴ്ചയിൽ ഞാൻ സ്ഥിരമായി കടവന്തറ ജുമാ മസ്ജിദിൽ ഖുത്ബ പ്രസംഗം കേൾക്കുവാൻ പോകാറുണ്ട്. അവിടെ വളരെ വ്യക്തമായി അന്ന് പറയുകയുണ്ടായി, നബിദിനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണം, അവിടെ വിതരണം ചെയ്യുന്ന മിഠായി ആരൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ടോ അവരൊക്കെ നരകത്തിലാണെന്ന് വളരെ അസന്നിഗ്ധമായി അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഒരുപാട് ജുമാ മസ്ജിദുകളുണ്ട്. ഈ ജുമാ മസ്ജിദിലേക്ക് ഖത്തീബന്മാരൊക്കെ തന്നെ ബദർ മൗലൂദും റാത്തീബും കുത്തുബിയത്തും ഒക്കെ ഓതുന്നവരായിട്ടാണ് എനിക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെയൊക്കെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നത് ഹറാമാണോ? അവരെ പിൻപറ്റാൻ പറ്റുമോ? രണ്ടാമത് ഒരു ചോദ്യം, നേരത്തെ ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നപ്പോൾ ത്വരീഖത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. മുഹമ്മദ് ത്വരീഖത്ത്, ഷംസ് ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ആക്ഷേപ രൂപേണ സംസാരിക്കുന്നത് കേട്ടു. എൻ്റെ ഒരു സംശയമാണ്, ഇത് എന്ന് തുടങ്ങിയതാണ്? ഈ ത്വരീഖത്ത് പ്രവാചക കാലഘട്ടം പോലെ തന്നെ ഉണ്ടോ, അതോ ഈ അടുത്ത കാലത്തെങ്ങാനും വന്നതാണോ? ഈ 2 സംശയങ്ങൾക്കും മറുപടി തരണം.
സഹോദരങ്ങളെ, 2 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഒന്നും കൂടി ചോദിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഒരാളുടെ പേരിൽ ഒരാൾ മാത്രം ചോദിക്കാതിരിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർ, എല്ലാവരും മറുപടി പറയാൻ ഫിറ്റായ ആൾക്കാരാണ്. അൻസുമാനോട് ചോദിക്കുന്നു, നമ്മൾ ചോദിക്കേണ്ട, വേറെ അല്ലെങ്കിൽ റഹ്മാനോട് ചോദിക്കേണ്ട, ചോദിച്ചാൽ മതി. മറുപടി ഇവിടുന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്ന അതിന് കഴിയുന്ന പ്രാപ്തിയുള്ള ആളുകൾ എന്നിട്ട് പറയും. പിന്നെ സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം കേട്ടൊരു പ്രഭാഷണത്തെ സംബന്ധിച്ചാണ്. അത് പ്രസംഗിച്ച ആളാണോ, അതാരാണോ, എന്താണ് അദ്ദേഹം അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, അത് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോ ഒരാൾ പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം, അല്ലെങ്കിൽ പിന്നീട് അയാളോട് തന്നെ ചോദിക്കാവുന്നതാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് പറഞ്ഞത്. ഏതായിരുന്നാലും ബിദ്അത്തിൻ്റെതായ ഒന്നും നമ്മൾ തിന്നരുത് എന്നുള്ളത് അത് മൊത്തത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. കാര്യം കഴിക്കുന്നത് എന്തിന്റെ പേരിലാണ്, എന്തിനു വേണ്ടിയുള്ളതാണ്, അത് വളരെ പരിശോധിക്കണം. കാര്യം ഹലാലും ത്വയ്യിബുമേ കഴിക്കാവൂ എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ചാൽ, നമ്മളോട് മാത്രം അമ്പിയാക്കളോട് കൽപ്പിച്ച അങ്ങനെയാണ്. ഹലാലായത് കഴിക്കണം, ത്വയ്യിബായതും കഴിക്കണം. കഴിക്കുമ്പോൾ വെറുതെ തിന്നാ പോരാ, ഹലാലാകണം, ത്വയ്യിബാകണം. 2 ഉപാധി പൂർത്തിയാക്കണം. അത് പൂർത്തിയാകാത്തത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇങ്ങനൊരാൾ, ഇങ്ങനെ പറയുന്ന നേർച്ച നേരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വളരെ സമുദായം അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണിത്. നിങ്ങൾ എന്റെ സുഹൃത്തുക്കൾ, എനിക്ക് ഇതിന് മറുപടി പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, ഒരു പക്ഷാഭേദം ഇല്ലാതെ നിങ്ങൾ ഈ വിഷയത്തെ കാണണം. ഒരു പക്ഷാഭേദം എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് പലപ്പോഴും നമ്മൾ മുജാഹിദ് എന്ന് പറഞ്ഞാലും, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാലും, ദക്ഷിണ കേരള എന്ന് പറഞ്ഞാലും, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു സമുദായമല്ല, വേറെ സമുദായങ്ങളല്ല. അങ്ങനെ ഒരു ധാരണ ആളുകൾക്കിടയിൽ വന്നു പോകുന്നുണ്ട്. ഇതൊരു വേറെ സമുദായങ്ങളാണ് എന്ന് വന്നു പോകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഇപ്പോൾ നായർ മഹാസഭ എന്ന് പറയുന്നത് പോലെയോ, അതല്ല എങ്കിൽ ഇപ്പോൾ SNDP എന്ന് പറയുന്നത്, അങ്ങനെ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ സമസ്തയും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്തിനാ, നമ്മൾക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇസ്ലാമിന്റെ ഉയർച്ചയും വളർച്ചയുമാണ്. അവിടെ പരസ്പരം എന്റെ തെറ്റുകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ സ്വാഗതം ചെയ്യാം, എനിക്കൊരു പ്രയാസമില്ല. ഇന്നതുപോലെ മൗലവി ഇന്നത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ഞാൻ സ്വീകരിക്കണം. അതുപോലെ തിരിച്ചു പറയുമ്പോഴും നസീഹത്തോടുകൂടി പറയുമ്പോൾ അതും സ്വീകരിക്കണം. ഈ ഒരു പൊതുവായ മസ്ലഹത്തിലാണ് കേരളത്തിലെ മുഴുവൻ സംഘടനകളും പ്രവർത്തിക്കേണ്ടത്. അത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അടികളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം AP സുന്നി EK സുന്നിയും അത് പരസ്പരം മാറി നിന്നിട്ട് പലപ്പോഴും അടിച്ച്, ചിലപ്പോൾ ഒരു ചെവിയിൽ നിന്ന് ഒരു കമ്പി അടിച്ച് ഇപ്പുറത്തെ ചെവി കൂടെ ഇറക്കിയ സംഭവങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. ഒരാളെ കൊന്നാണ്. ആരും API EK സംഘടനയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരും തമ്മിത്തല്ല എന്നുള്ള നിലപാടല്ല. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് കറതീർത്ത് ആദർശം കൃത്യമായി പറയാം. ഈ ഒരു പൊതു മസ്ലഹത്തിൽ മുസ്ലിം സംഘടനകൾ എല്ലാ വിഷയത്തിലും വരേണ്ടതുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിച്ചത്, ഇതൊരു സമുദായ പാർട്ടികളായി ആരും കാണരുത്. ഇത്തരം സംഘടനാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് ദീനി ചർച്ചകൾ തന്നെ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടായി വരുന്ന അതിന്റെ ഒരു സബ് ടൈറ്റിലായി കടന്നു വരുന്ന വിഷയങ്ങളാണ്. അയാളുടെ പുറകെ നമസ്കരിക്കാൻ പറ്റുമോ, ഇയാളുടെ പുറകെ നമസ്കരിക്കാൻ പറ്റുമോ, അല്ലേ? ഇതൊരു സബ് ടൈറ്റിലാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളത് എന്തിനാണ്? ആളുകളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് സാധാരണ ഈ ചോദ്യം ചോദിക്കാറുള്ളത്. പക്ഷേ അത് സംയമനത്തോടെ കേൾക്കുന്ന ആളുകളുമുണ്ട്. വളരെ സംയമനത്തോടെ ആ ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുന്ന ആളുകളുണ്ട്. അയാളെ പുറകെ നമസ്കരിക്കാൻ പറ്റും. ഇവിടുത്തെ ആള് ഖുത്ബിയ തോന്നുന്ന ആളാണ്, അവിടുത്തെ ആളും റിഫായി റാത്തീബിന്റെ ആളാണ്, ഇവിടുത്തെ ആൾക്ക് പിന്നെ മറ്റേ തരീഖത്തിന്റെ ആളാണ്, അയാളുടെ പുറകെ നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പ്രകോപനപരമായിട്ടാണ് ചില ആളുകൾ ചോദിക്കാൻ ഉദ്ദേശിക്കാറുള്ളത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രകോപനം ഉണ്ടാക്കാറില്ല. അവർ കാര്യം മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനൊരു പ്രശ്നം നമുക്ക് മുന്നിൽ ഉണ്ടായാൽ നമ്മൾ എങ്ങോട്ടാ നോക്കുക? ഇതൊരു പരിഹാരത്തിന് വേണ്ടി എങ്ങോട്ടാ നോക്കുക? നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് നോക്കണം. നബിയുടെ കാലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായോ? ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായോ? പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് അബൂബക്കർ സിദ്ദീഖ് നിയമിക്കുന്ന ആൾക്കാർ എല്ലാ പള്ളിയിലും അവര് ആരും ഈ ജാതി പ്രശ്നമുള്ളവരല്ല. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായോ? പ്രശ്നം ഉണ്ടായില്ല. കാരണം എന്താ? അന്ന് ഈ ജാതി ആൾക്കാരല്ല നബിയുടെ കാലത്ത് ആ പള്ളിയിൽ ഉമർ റളിയല്ലാഹുവിനെ നിയോഗിക്കുന്ന ആൾക്കാരാണ് അവിടെ പള്ളിയിൽ ഉണ്ടാവുക. പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിനും ഈ പ്രശ്നം ഉണ്ടായില്ല. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ വധത്തിന് ശേഷമാണ് ലോകത്ത് ഖവാരിജികൾ രംഗപ്രവേശനം ചെയ്തത്. ഈ ഖവാരിജികൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ തീരുമാനിക്കുകയും കൊല്ലുകയും ചെയ്ത ആളാണ്. മുആവിയ റളിയല്ലാഹുവിനെ കൊല്ലാൻ പ്ലാനിട്ട ആളാണ് ആര്? ഖവാരിജികൾ. ആ ഖവാരിജികളായ ആളുകൾ ചില നാടുകളിൽ പള്ളികളിൽ കയറി അവിടേക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ പിടിച്ചെടുത്തു. ആ പള്ളിയിലെ ഇമാമുമാരായി. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ ആളുകൾ അവർ പള്ളിയിൽ പോകാതായി. കാരണം വെച്ചാൽ അവിടെ ഇമാം നിൽക്കുന്ന ആൾ ഇയാളാണ്. അങ്ങനെ ആ വിഷയം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഇങ്ങനെ ഞങ്ങൾ ജമാഅത്തിന് പോകാറില്ല, കാരണം പള്ളിയിൽ ഇമാം നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സെല്ലു ഖൽഫഹു, പോയി അവിടെ പോയി നമസ്കരിക്കുക. അവന്റെ ബിദ്അത്തുകൾ ഉണ്ടെങ്കിൽ അവനിലേക്ക് തന്നെ കൊടുത്തേക്ക്, അത് സ്വീകരിക്കരുത്. അതിന്റെ പേരിൽ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലാക്കണം. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതു മസ്ലഹത്താണ്. ഇതിന്റെ അർത്ഥം സ്വന്തം ഉപ്പയെ കൊന്ന ഖവാരിജികളെ ഹസൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു എന്നാണോ? അല്ല.
ഹസൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു എന്നല്ല. സ്വന്തം ഉപ്പയെ കൊന്ന ഖവാരിജികളുടെ വാദങ്ങൾ അംഗീകരിച്ചെന്നാണോ? ഒരിക്കലുമല്ല. മുസ്ലിം ഉമ്മത്തിന് പൊതുവായ ചില മസ്ലഹത്തുകളുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പൊതുവായ മസ്ലഹത്തുകൾ ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണത്, ദീൻ പഠിപ്പിച്ച മര്യാദയാണത്. ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ശ്രദ്ധിച്ചേക്കണം. ഉദാഹരണം പറഞ്ഞാൽ, വിഗ്രഹാരാധകരായ മക്കയിലുള്ള ആളുകളെ ഖുർആൻ വിളിച്ചു യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ, കാഫിറുകളെ എന്നാണ് അതിനർത്ഥം. എന്നാൽ വേദം നൽകപ്പെട്ട യഹൂദികളും നസ്വറാക്കളും ഇവിടെ ഉണ്ട്. അവരെന്താ ഖുർആൻ വിളിച്ചത്? യാ അയ്യുഹൽ കാഫിറൂൻ എന്നാ അല്ല, നേരെ മറിച്ച് യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ എന്നാണ്. വേദക്കാരെ എന്നാണ് അള്ളാഹു അവരെ വിളിച്ചത്. എന്ന് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കായ ഒരാൾ മക്കയുടെ മുശ്രിക്കിന്റെ മകളെ കല്യാണം കഴിക്കാൻ പറ്റൂല, വിവാഹം ചെയ്യാൻ പറ്റൂല. അതേസമയം വേദക്കാരെ കൂട്ടിയിട്ട് പറഞ്ഞു അവരുടെ പെൺമക്കളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അവരറുത്തത് കഴിക്കാം. ഇതൊക്കെ ഇസ്ലാം മസ്ലഹത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ച നിലപാടുകളാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ മുനാഫിക്കുകളായ ആളുകളുണ്ട്. അവർ നബിയുടെ പള്ളിയിൽ വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. അവരോട് പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞില്ല, പള്ളിയിൽ വരാം, അവർക്ക് യുദ്ധത്തിന് വരാം, അവർക്ക് സക്കാത്തിന്റെ മുതലുണ്ട്, ഗനീമത്ത് സ്വത്തുണ്ട്. കാരണം എന്തേ? അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞവരാണ്, പ്രഖ്യാപിക്കുന്നവരാണ്. അത് പറഞ്ഞാലോ പ്രത്യേകം പരിഗണിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വേളയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് ഒരു സഹാബിയുടെ വാൾത്തലപ്പിൽ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒറ്റ വിട്ടുകൊടുത്തു. അയാള് ഒറ്റ വിട്ടുകൊടുത്തു, കൊന്നു. ഏത് നബിയുടെ കൊന്നിട്ട് പറഞ്ഞു എന്റെ വാൾത്തുമ്പിൽ എത്തിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നബി ചോദിച്ചു നീ എന്ത് ചെയ്തു? ഞാൻ അയാളെ കൊന്നു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നീ എന്നെ കൊന്നത്? അദ്ദേഹം പറഞ്ഞു അതേ നബിയെ, മറ്റൊന്നുമല്ല, അവൻ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. നബി തിരിച്ചു ചോദിച്ചു നീ അവന്റെ ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? അയാൾ പറയുന്നത് പരിഗണിക്കണമെന്നാണ്, അയാൾ പറയുന്നത് പരിഗണിക്കണമെന്നാണ്. ഇത് മസ്ലഹത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ഇനി ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ, നാട്ടിൽ വഹാബിയുടെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. മൗദൂദിന്റെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നാട്ടിൽ വഹാബിയുടെ പുറകെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വാശിയുള്ള മൂല്യന്മാര് മക്കത്തെത്തിയ ഒറിജിനൽ വഹാബി ആ സുദീസിന്റെ പുറകെ നിസ്കരിക്കും. ഒറിജിനൽ വഹാബി ഷുറൈമിയുടെ പുറകെ നമസ്കരിക്കും. അതെന്താ അവിടെ നിസ്കരിക്കണേ? അല്ല, മക്കത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വഹാബിയാണ് ജമാഅത്തി പങ്കെടുക്കാൻ പാടില്ല, വഹാബിയുടെ പുറകെ തുറന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് നിലപാട് സ്വീകരിക്കണ്ടോ? ഇല്ല. അവിടെ ആര് പോയാലും ഷുറൈമിന്റെയും അതുപോലെ തന്നെ പിന്നെ സുദൈസിന്റെയും പുറകെ നിസ്കരിക്കുന്നുണ്ട്. ഇനി സുദൈസിന്റെ ആദ്യ കേട്ടോ ഇസ്തിഹാസ ചിർക്കാന്ന് പരസ്യം പ്രസംഗിക്കുന്ന ആളാണ് സുദൈസ്. യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അപ്പൊ വളരെ ലളിതമാണ് സംഗതി. ഈ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പള്ളിയിലെ മഹല്ലിലെ പള്ളിയിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാക്കുക. അതാണ് ഈ ദീനിനോട് കൂടുതൽ ആളുകൾ ചെയ്യേണ്ടത്. ആ ആളുകൾ നിലപാട്, അഥവാ പള്ളി പരിപാലിക്കേണ്ടത് ആരാ? ഖുർആൻ പറഞ്ഞു എന്ത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിൽ അജഞ്ചല വിശ്വാസമുള്ള, പരലോക വിശ്വാസമുള്ള, അള്ളാഹനെ മാത്രം പേടിക്കുന്ന ആളുകളാണ് അള്ളാഹിന്റെ പള്ളി പരിപാലിക്കേണ്ടത്. അതിന് വിരുദ്ധമായ നിലപാട് ഒരാൾ പള്ളിയിൽ നിന്ന് ചെയ്താൽ അത് ചെയ്യുന്ന ആളെ ഒഴിവാക്കണം. അല്ലേ? ഇപ്പോ സാധാരണ ഇപ്പൊ പറഞ്ഞു മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാത്ത മുടി കൊണ്ടുവന്ന് പ്രവാചകന്റെ മുടിയാണെന്ന് വാദിച്ച ആളുകളെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ? ചോദ്യമാണ്. ആളുടെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഏപ്പിക്കാരെ മുഴുവൻ പള്ളിയിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി അല്ലാത്തത് നബിയുടേതാണെന്ന് വാദിച്ചുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ പേര് കള്ളം പറഞ്ഞ ആളുടെ പുറകെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഏപ്പിക്കാരെ എല്ലാം മുഴുവൻ പള്ളിയിൽ നിന്ന് എല്ലാം ഒഴിവാക്കേണ്ടതാണ് എന്ന് മൊത്തത്തിൽ 10 കൊടുക്കുന്നത് ശരിയാവും കൂട്ടരെ? ശരിയാണോ? എന്നാൽ നബിയുടെ പേര് കള്ളം പറയാൻ പാടുണ്ടോ? പാടില്ല. അപ്പോ ഇത്തരം ആളുകളുണ്ടെങ്കിൽ അവരെ ഉപദേശിക്കുകയും നല്ല വഴിക്ക് കൊണ്ടുവരികയും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരുത്തരോട് ഉപദേശിച്ചു കൊടുക്കുക. ഒരാൾ പറയും നിങ്ങൾ നബിയുടെ പേര് കളവ് പറയരുത്, അല്ലെങ്കിൽ അല്ലാഹ് ഇല്ലാത്തവരോട് ദുആ ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ജാതി അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകരുത്. ഇയാൾ പറയണം അത് ഞാൻ എന്റെ ഉപജീവനത്തിന് വേണ്ടിയാണ്, ഞാൻ ഇതൊക്കെ ശിർക്കാണെങ്കിലും ഞാൻ ചെയ്യും, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നബിയുടെ മുടി അത് മുടിയാണോ അല്ലെന്ന് വിഷയമല്ല, നമ്മുടെ ഉസ്താദ് പറഞ്ഞാൽ മതി എന്നൊക്കെ വാദിച്ചിട്ട് ഒരുത്തൻ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി നിസ്കരിക്കേണ്ട കൂട്ടരെ, ആടെ പറയും നമസ്കരിക്കണ്ട. നേരെ മറിച്ച് സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹിനെ പേടിക്കുന്ന, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന ആളുകൾ 10,000ങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ പുറകെ നമസ്കരിക്കുക. എന്തിനാ ബേജാറാകണ്? പുറത്തന്നെ പുറകെ പോയിട്ട് ബേജാറാകേണ്ട കാര്യം എന്താ? ഇനി വേറൊരു കാര്യം കൂടെ ചിന്തിക്കുക. ഒരുത്തനൊരു പള്ളിയുടെ ഇമാമായിട്ട് എന്നിട്ട് എല്ലാ തോന്നിയാസവും കാണിക്കുക, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് വിളിച്ചിട്ട് ആളുകളെല്ലാം പള്ളിയിലേക്ക് വരുമ്പോ ഞാൻ നേർച്ചക്കാരനാ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളാ, ഞാൻ അതാ നബിയുടെ പേര് കള്ളം പറയുന്ന ആളാ എന്ന് ഇമാമ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വരുന്നവനാണ് കുറ്റക്കാരൻ, അവിടെ നിൽക്കണവനാണ് കുറ്റക്കാരൻ?
ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ, പള്ളിയിലേക്ക് വാ, വിജയത്തിലേക്ക് വാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിളിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പള്ളി വരുമ്പോ ഇനി അവിടെ നിൽക്കുന്ന ആൾ മറ്റേ ആളാണ്, അയാള് മറ്റേ നബിയുടെ പേര് കള്ളം പറയണവനാണ്, അയാള് റാത്തീബിന്റെ ജോലി തിന്നുന്ന ആളാണ്, ഇയാൾ മൗലിദ് ഓതുന്ന ആളാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ സത്യധാരയിൽ വന്നു. എന്താ വന്നത്? മദ്യം പള്ളിയിലേക്ക് കാമിലി നാട്ടിലേക്ക് ഒരു പള്ളിയിൽ ഇമാം നിൽക്കുന്നത് വെള്ളമൊഴിച്ചിട്ടാണ് അവിടെ ഖുത്ബ നിർവഹിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അതിന്റെ വാർത്ത സത്യധാരയിൽ പുറത്തു വന്നു ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിശുദ്ധാക്കുക, തൗഹീദും ഇഖ്ലാസുമുള്ള ആളുകൾ അത് കൈകാര്യം ചെയ്യുക. ഇതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ, ആ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഓരോ തരീഖത്തുകളും ഓരോരോ കാലഘട്ടത്തിലാണ് ലോകത്ത് വന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ വന്ന ഖാദിരിയ തരീഖത്ത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലശേഷം പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെടുത്തപ്പെട്ടതാണ്. അതുപോലെ തന്നെ റിഫായി ശൈഖിന്റെ പേരിൽ വന്നത്, അതുപോലെ തന്നെ ഖാജ ഫരീദുദ്ദീന്റെ പേരിൽ വന്നത്, അതുപോലെ തന്നെ അദ്ദേഹം ചിസ്തി സിൽസിലയിൽ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം പരിശോധിച്ചാൽ മതി. അദ്ദേഹം വന്നു തന്നെ 1175 ജനിച്ചത്. അതുപോലെ തന്നെ 1265 അയാൾ മരിക്കുന്നത്. അപ്പൊ അതുവരെ ആ തരീഖത്തില്ല. ഇതുപോലെ നിസാമുദ്ദീൻ ഔലിയ, ആ നിസാമുദ്ദീൻ ഔലിയ വഴി പ്രചരിപ്പിക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാലയളവ് നോക്കിയാൽ മതി. അദ്ദേഹം വരുന്നത് 1238. ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ലോകത്ത് വ്യത്യസ്തങ്ങളായ തരീഖത്തുകൾ ഓരോരുത്തർ ജനിക്കുന്നതിനനുസരിച്ച് കൊണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഓരോരോ തരീഖത്തുകൾ ഓരോരുത്തർ ജനിക്കുന്നതനുസരിച്ചിട്ട്. ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിന്റെ പേരുള്ള തരീഖത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ കാലഘട്ടത്തിനു ശേഷം രൂപപ്പെട്ടു വന്നതുണ്ട്. റിഫായി ശൈഖിന്റെ തരീഖത്ത് റിഫായി ശൈഖിന്റെ കാലഘട്ടത്തിന് ശേഷം രൂപപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആലുവ തരീഖത്ത് എന്നത് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആളിന്റെ ആ കാലഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിലും ഓരോരുത്തർ വരുന്നതനുസരിച്ച് കൊണ്ട് ഓരോരോ തരീഖത്തുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരം ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിരുന്നില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യകർത്താക്കൾക്ക് ചോദിക്കാം, ബാക്കിയുള്ളവരെല്ലാം കൂടെ ബഹളം വെക്കല്ല. ചോദ്യകർത്താക്കൾക്ക് ചോദിക്കാം. നിങ്ങൾ പറയും, ചോദിച്ചു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള വിഷയമാണ് ഇവിടെ നടക്കുന്നത്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു മനുഷ്യൻ ഫർളുകൾക്കുപരി സുന്നത്തുകൾ കൊണ്ട് ഞാനുമായി അടുക്കാൻ ശ്രമിച്ചാൽ അവൻ കാണുന്ന കണ്ണ് ഞാനായി തീരും, അവൻ കേൾക്കുന്ന ചെവി ഞാനായി തീരും എന്നൊക്കെ ഒരു ഹദീസ് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു മനുഷ്യൻ റബ്ബുമായി അടുക്കാൻ ശ്രമിച്ചാൽ ആ റബ്ബിന്റെ കഴിവ് ഗുണങ്ങൾ കംപ്ലീറ്റ് ഈ മനുഷ്യൻ ഉടലെടുക്കുകയും അവന് റബ്ബിൽ നിന്നുണ്ടാവുന്ന എല്ലാവിധ കഴിവുകളും എല്ലാ കഴിവുകളും തന്നെ അവനുണ്ടാവുകയും പോലീസുകാരെ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിയിൽ ശക്തി ഉണ്ടാവുന്നതെങ്കിൽ അപ്പൊ എങ്ങനെയാണ് അള്ളാഹു വേറെ വ്യക്തിക്ക് കഴിവ് കൊടുക്കില്ലെന്ന് പറയുന്ന കാരണം എന്താ മനസ്സിലാക്കുക? അപ്പൊ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എന്ത് ഒരാള് ഇന്നല്ലാഹ ഖാല മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് وما تقرب الي عبدي بشيء احب الي مما افترضت عليه وما يزال عبدي يتقرب الي بالنوافل حتى احبه فاذا احببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وان سالني لاعطينه ولئن استعاذني لاعيذنه. സുഹൃത്ത് വായിച്ച ഹദീസിന്റെ ബാക്കിയുള്ള ഭാഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും അവരവരുടെ സദസ്സിരിക്കുക. അത് വേറെ ഉദ്ദേശങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ദീൻ കേൾക്കുക, പറയാ, പോവാന്നല്ലാതെ അതിനെപ്പോഴും വർത്താനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞു, എന്റെ വലിയനോട് ശത്രുത കാണിക്കുന്നവരോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി, എന്റെ അടിമ എന്നോട് അടുത്താൽ ബിശൈഇൻ, ഏതെങ്കിലും കാര്യം കൊണ്ട്, അഹബ്ബ ഇലയ്യ, എന്നിലേക്ക് അവൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നതായ, അവൻ ആ അള്ളാഹുവിലേക്ക് വളരെ കൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അത് അവന് നിർബന്ധമാക്കപ്പെട്ടതിന് പുറമെ സുന്നത്തായ നവാഫിലായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയത് അവൻ ചെയ്യുന്നു. അതിന് പുറമെ ഉള്ള സുന്നത്തായ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. ഏതുവരെ? അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ. അവനെ ഇഷ്ടപ്പെടുന്നവർ അവനത് ചെയ്ത് ഫൈദ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ
കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ പിടിക്കുന്ന കൈയും അതുപോലെ തന്നെ അവൻ കാണുന്ന കണ്ണും അപ്രകാരം തന്നെ അവന്റെ കാലും ഞാനാകും. അതിന്റെ അർത്ഥം അള്ള ചെയ്യുന്നതെല്ലാം അയാൾ ചെയ്യുമെന്നാണോ? അല്ല. തൊട്ടടുത്ത വാചകം വഇൻ സഅലനി ലഊതിയന്ന, അവൻ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. കണ്ടോ? അപ്പൊ അള്ള ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹുവിനെ പോലെ ഇയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അള്ളക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹദീസിന്റെ അവസാന ഭാഗത്ത് എന്താണുള്ളത്? അങ്ങനെ ഒരു അടിമ, ഞാൻ കയ്യായ കാലായ ഒരു അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. അതുപോലെ തന്നെ എന്നോട് അയാൾ അഭയം ാൽ ഞാൻ അഭയം കൊടുക്കും. കണ്ടോ? അപ്പോ അള്ളാഹിനെ പോലെ പ്രവർത്തിക്കുക എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് ഇവിടെ അള്ളാഹു അവന്റെ കൈയാകും കേൾവിയാകും എന്ന് പറഞ്ഞത്? അതിന് പല നിലക്കും മറുപടിയുണ്ട്. ഇതൊരു ഉപമാലങ്കാരത്തിൽ വിശദീകരിച്ചതാണ്. فهو يحب طاعتي ويؤثر خدمتي كما يحب هذه الجوارح. ആ മനുഷ്യൻ അവന്റെ അവയവങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, അവന്റെ കൈയെയും അവന്റെ കാലിനെയും സ്നേഹിക്കുന്നത് പോലെ അവൻ എന്നിൽ അനുസരിക്കുന്നതിനെയും അതുപോലെ തന്നെ എന്റെ കൽപ്പനകളെ അവൻ പാലിക്കുന്നതിനെയും ഇഷ്ടപ്പെടും. അവന്റെ കൈ ഇഷ്ടപ്പെടുന്നത് പോലെ, കാലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ രൂപത്തിൽ അവന്റെ കൈയും കാലും പരിപൂർണമായി അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെടുന്നതിലേക്ക് വശംവദനായി മാറും. താനിഹ, ഇതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം അന്നൽ മഅന കുല്ലിയതഹു മശ്ഊലത്തുൻ ബി ഫലാ യുസ്ഗി ബിസംനിഹി ഇല്ലാ ഇലാ മാ യുർദിഹി വലാ യറാ ബിബസരിഹി ഇല്ലാ മാ അമർതുഹു ബിഹി. അതായത് ഇവന്റെ കണ്ണുകൊണ്ടും ഇവന്റെ കാതുകൊണ്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ലാതെ ഒരിക്കലും അവൻ കാണുകയില്ല. അവന്റെ കൈകൊണ്ടും അവന്റെ കാലുകൊണ്ടും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവൻ കാണൂ, അല്ലാഹുവിന് തൃപ്തികരമായത് മാത്രമേ കാണുള്ളൂ. പിന്നെയോ മൂന്നാമതായി വിശദീകരിക്കുന്നത് അതെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ കൈകാലുകൾ കൊണ്ട് കരസ്ഥമാകുന്നത് പോലെ കരസ്ഥമാകും. നാലാമത് അവന്റെ കൈ പോലെ, അവന്റെ കൈ അവന് സഹായിയാകുന്നത് പോലെ, അവന്റെ കാലവന് സഹായിയാകുന്നത് പോലെ, അവന്റെ കാഴ്ച അവന് സഹായിയാകുന്നത് പോലെ അവന്റെ ശത്രുവിനെതിരിൽ അള്ളാഹു അവന് സഹായിയാകും. അപ്പൊ ഈ ഏത് വ്യാഖ്യാനം വായിച്ചാലും അള്ളാഹുവിനെ പോലെ അയാൾ പ്രവർത്തിക്കും എന്നല്ല, അള്ളാഹുവിനെ പോലെ അയാൾ കാണുമെന്നല്ല, അള്ളാഹുവിനെ പോലെ അവൻ ഇടപെടുമെന്നല്ല. നേരെ മറിച്ച് അത് തംസീലിയായ ഒരു പ്രയോഗമാണ് എന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ഇബ്നു ഹജർ രേഖപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, വളരെ സംയമനത്തോടെ ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ചോദിക്കുകയും വളരെ നിഷ്പക്ഷമായി തന്നെ വ്യവസ്ഥാപിതമായി തന്നെ ഉത്തരം പറയുകയും ചെയ്ത് ഇത് വളരെ സുന്ദരമായ നീങ്ങുമ്പോൾ ആ നെട്ടൂർ ടീം നേരത്തെ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയ അതേ മുറക്ക് ഈ മുഖാമുഖത്തിലും വന്ന് പ്രശ്നമുണ്ടാക്കാൻ തീരുമാനിച്ച ചില ആളുകൾ ബോധപൂർവം ഇവിടെ എത്തുകയും അതുപോലെ ഇതിന്റെ അവസാനത്തിൽ ഒരു ഒച്ചയുണ്ടാക്കി, ഒരു അടിയുണ്ടാക്കി, ഒരു ബഹളമുണ്ടാക്കി പോകാം എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തകരെല്ലാം അവരവരുടെ സീറ്റിൽ ഇരിക്കുക. ആരാണ് ബഹളമുണ്ടാക്കുന്നത് എന്നത് കൃത്യമായി ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് വേർതിരിച്ചു തന്നെ അറിയേണ്ടതുണ്ട്. ഇത് ഇന്ത്യയാണ്, ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെയുള്ള ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മാന്യമായി നടത്തുന്ന ഒരു പരിപാടി, അത് കലക്കാൻ വന്ന ആ ആളുകൾ ആരായിരുന്നാലും അവരെ കാണണം, അവരെ അറിയണം, അവരെ ഐഡന്റിഫൈ ചെയ്യണമെന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെല്ലാം ആ സീറ്റിൽ ഇരിക്കുക. ഇനി ബഹളം ഉണ്ടാക്കുന്നത് മാത്രം നിൽക്കട്ടെ, നമ്മുടെ എല്ലാ പ്രവർത്തകരും സീറ്റ് വന്നിരിക്കുക. ആ ബഹളം ഉണ്ടാക്കുന്നവൻ ആര്? അവൻ മാത്രം നിന്നാൽ മതി. ബഹളമുണ്ടാക്കുന്നവൻ മാത്രം നിന്നാൽ മതി. ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കൂ. ബഹളമുണ്ടാക്കുന്നവനെ മാത്രം ഒന്ന് കാണട്ടെ. ഞങ്ങള് ഇവിടെ ബഹളമുണ്ടാക്കാൻ വന്നവനെ മാത്രം ഒന്ന് കാണട്ടെ. ഇവിടെ കൊച്ചുണ്ടാക്കാൻ വന്നവനെ മാത്രം ഒന്ന് കാണട്ടെ.
പ്രവർത്തകരും സീറ്റിൽ വന്നിരിക്കുക. ആരാണ് ഇവിടെ ഒച്ചുണ്ടാക്കാൻ വന്നവൻ, ആരാണ് ഇത് കേൾക്കാൻ വന്നവൻ, അവരെ മാത്രം ഒന്ന് കാണട്ടെ. അങ്ങനെ കാണട്ടെ. ഇവിടെ വന്നിട്ട് മാന്യമായി നടക്കുന്ന ഒരു പരിപാടി വന്ന് സ്ഥിരം ഒരു പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങളെന്താ ഇവിടെ മുസ്ലിങ്ങളില്ലേ കൂട്ടരെ? നിരവധി മധ്യസ്ഥരില്ലേ? ഒരുപാട് ആളുകൾ ഇത് കാണുന്നില്ലേ? ഇവിടെ നിയമപാലകരില്ലേ? നിയമം അത് പാലിക്കുവാനും അനുശാസിക്കുവാനും അവകാശപ്പെട്ടവരില്ലേ? നിങ്ങളെല്ലാവരും, നമ്മുടെ പ്രവർത്തകർ ഒരാൾ പോലും എഴുന്നേറ്റ് നിൽക്കരുത്. എല്ലാവരും ഇവിടെ ഇരിക്കുക. എല്ലാവരും സ്ഥിരം പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ചില ക്രിമിനലുകൾ, അവരെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ക്രിമിനലുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുക. ആരാണ് ഒരു സദസ്സിൽ വന്നിട്ട് ഇവിടുത്തെ നിയമപാലകരുടെ പെർമിഷനോടെ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ആദ്യം അവരെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ അവരെ മാത്രം ഒന്നറിയണം. പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ആൾ ആരാണ്, അയാളെ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള ആരും അറിയേണ്ടതില്ല. അവിടെ നിൽക്കുക. ബാക്കിയുള്ള ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരാരാണ് അവര് മാത്രം അറിയുക. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുക. മാന്യമായി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം ഈ പരിപാടിയിൽ പങ്കെടുത്താൽ മതി. ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധമില്ല. നമ്മുടെ പ്രവർത്തകരെല്ലാവരും അവരവരുടെ സദസ്സിൽ ഇരിക്കുകയും അതുപോലെ തന്നെ അവരവരുടെ സീറ്റിൽ ഇരിക്കുകയും കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നെട്ടൂര് മോഡൽ എല്ലായിടത്തും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടേണ്ടത്. കൈബലം കൊണ്ടല്ല, കൂക്കിവിളി കൊണ്ടല്ല, മറ്റെന്തെങ്കിലും കൊണ്ടല്ല. അതുകൊണ്ട് നേരിട്ടാൽ ഒന്നും ഇവിടെ തകരൂല്ല. നേരെ മറിച്ച് മാന്യമായി മുജാഹിദ് പ്രസ്ഥാനം വളരെ സുന്ദരമായി നടത്തിയ മുഖാമുഖം വളരെ സുന്ദരമായി തന്നെ അതിന്റെ പാരമ്യതയിലെത്തുമ്പോൾ ഒരാൾക്കും ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത രൂപത്തിൽ വളരെ സുന്ദരമായി ചോദിക്കാൻ അവസരം കൊടുത്ത് ചോദ്യകർത്താക്കളെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് അവരെ ഇരുത്തി അങ്ങനെ നല്ല നിലക്ക് ചോദ്യവും പറച്ചിലുമായി പോകുമ്പോ അതിന്റെ അവസാനത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവർ ഏതായിരുന്നാലും നല്ല ഉദ്ദേശമുള്ളവരല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. നിങ്ങളെ കെട്ടിവലിച്ച് ആദർശത്തിലേക്ക് കൊണ്ടുവരണമെന്നോ നിങ്ങളുടെ കഴുത്തിൽ കുരുക്കിട്ട് വലിക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾക്ക് വാശിയില്ല. നേരെ മറിച്ച് ഇത് എത്തിച്ചു തരിക എന്നതല്ലാതെ, ഇത് പറയുക എന്നതല്ലാതെ, ഇന്ത്യൻ നിയമം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സത്യം വിളിച്ചു പറയുകയല്ലാതെ വേറെ ഒരു ബാധ്യതയും ഇവിടെ ഇല്ല. അത് വളരെ സുന്ദരമായി 10 മണി വരെ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിയണം, അനുവദിക്കപ്പെട്ട സമയം പൂർത്തിയാകുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ള ആദർശം ചോദിക്കാൻ അവസരം കൊടുത്ത് ചോദ്യകർത്താക്കളെ വിളിച്ചിരുത്തി 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. 1 മണിക്കൂറല്ല, ഇവിടെ അവരുടെ പ്രതിനിധികൾക്ക് വരാമായിരുന്നു, ചോദിക്കാമായിരുന്നു, മൂല്യമാർക്ക് വരാമായിരുന്നു, ഖത്തീബമാർക്ക് വരാമായിരുന്നു, കിതാബ് അറിയുന്നവന് വരാമായിരുന്നു, കിതാബ് ഓതിയവന് വരാമായിരുന്നു, തെളിവുദ്ധരിക്കാൻ കഴിവുള്ളവന് വരാമായിരുന്നു. എല്ലാവർക്കും തുറന്നൊരു വേദി ഒരുക്കി കൊടുത്തു. അത് മാന്യമായി ഉപയോഗിച്ച ആളുകളുണ്ട്. ഇനിയും മുഖാമുഖം തീരുന്നില്ല. കേരളത്തിന്റെ മണ്ണിലങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനം ഈ മുഖാമുഖവുമായി കടന്നു വരും, വാദപ്രതിവാദവുമായി കടന്നു വരും. ആരെല്ലാം ഒച്ചയിട്ടാലും ആരെല്ലാം തടുത്തു നിർത്താൻ ശ്രമിച്ചാലും ഈ മഹാപ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഞങ്ങൾ നിയമം ലംഘിക്കുന്നവരല്ല, നിയമം പാലിക്കുന്നവരാണ്. നിയമം പാലിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. നിയമപാലകന്മാരെ, നിയമപാലകരായ ആളുകളെ മാനിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും അവരോട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ദുആ ചെയ്തുകൊണ്ട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വഴിക്കിട്ടത് കൊണ്ടോ വക്കാണമുണ്ടാക്കിയത് കൊണ്ടോ ഇവിടെ ബഹളം വെച്ചത് കൊണ്ടോ കാര്യമില്ല. മടങ്ങിപ്പോകൂ, ഇവിടുന്ന് തിരിച്ചു പോകൂ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലൂ. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് പോയി വുളൂഎടുക്കൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് വുളൂ എടുക്കുന്നത് പോലെ വുളൂ എടുത്തിട്ട് പോയിട്ട് വലതുഭാഗം ചരിഞ്ഞു കിടന്നിട്ട് അവിടെ കിടന്ന് പറ, റബ്ബിനോട് പറ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഹബതൻ വറഗ്ബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദി അൻസൽത വബിനബിയിക അല്ലദി അർസൽത എന്ന് പറഞ്ഞ് വായടച്ച് യദുഊന റബ്ബഹും എന്ന് രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചവനോട് ആത്മാർത്ഥമായി പറ, അല്ലാഹുവേ ഹിദായത്ത് എനിക്ക് തരണേ അല്ലാ. ഹിദായത്തില്ലാതെ കോടികൾ എനിക്ക് തന്നത് കൊണ്ട് കാര്യമില്ല, എസ്റ്റേറ്റുകൾ എനിക്ക് തന്നത് കൊണ്ട് കാര്യമില്ല, വമ്പൻ ബിസിനസിന്റെ ഉടമയാക്കിയത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവേ ഹിദായത്ത് എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഹിദായത്തില്ലാതെ എന്ത് കിട്ടി?
കാര്യമില്ല. അതുകൊണ്ട് നാഥാ ഹിദായത്തിന്റെ നേരായ വഴിയിലേക്ക് എന്നെ നയിക്കണമേ. നാഥാ നിന്റെ സ്വർഗത്തിൽ എന്നെ എത്തിച്ചേർക്കണമേ. നബിമാർ നടന്ന മാർഗത്തിൽ നടക്കാൻ, സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും മാർഗത്തിലൂടെ നടക്കാൻ എനിക്ക് തൗഫീക്ക് തന്നെ എന്ന് പാതിരാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ റബ്ബിന്റെ ദുആക്കുള്ള ഇജാബത്ത്, അള്ളാഹുവിനോടുള്ള ദുആക്കുള്ള ഇജാബത്ത് നിങ്ങൾക്കാക്ക്. അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിക്കും. പടച്ച റബ്ബ് നിങ്ങൾക്ക് വഴി കാണിക്കും. അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും വഴി കാണിച്ചു വരാൻ സാധ്യമല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഈ കൂടിയ പുരുഷാരം മുഴുവനും ഹിദായത്തിലാകണമെന്ന് കൽബ് പൊട്ടി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊരാളെയും ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, അവനെ ഹിദായത്ത് കൊടുക്കാൻ കഴിയൂ. അവന്റെ കയ്യിലാണ് ഹിദായത്ത്. ആ ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് കെഞ്ചൂ, പടച്ച റബ്ബിനോട് ചോദിക്കൂ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പടച്ച റബ്ബ് തരും എന്ന ആ റബ്ബിന്റെ വഅദ ഓർമ്മപ്പെടുത്തി ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബേ റഹ്മാനെ, ഞങ്ങളുടെ പ്രവർത്തനം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിന് നീ അർഹമായ പ്രതിഫലം തരണേ റഹ്മാനെ. ഇവിടെ ഞങ്ങളെ എതിർക്കാൻ കൂടിയവരെയും ഞങ്ങളെ അനുകൂലിക്കാൻ കൂടിയവരെയും നാദാ നിന്റെ സ്വർഗത്തിൽ ഒത്തൊരുമിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എതിർക്കുന്നവരെയും ഹിദായത്തിന്റെ വഴിയിൽ നടക്കുന്നവരായി കണ്ടുമരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നിന്ന് ഹസദും അതുപോലെ തന്നെ ശിർക്കും കുഫ്റും റിയാഉം സർവ്വവിധ തിന്മകളും എടുത്തു കളയണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നീ തൗഹീദ് നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നിലുള്ള ഈമാൻ നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവസാനം നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിക്കാനും അവസാനം ആ മാർഗത്തിൽ ഷഹീദാകാനും നാദാ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم.